ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ കാത്തിരുന്ന RRB ജൂനിയർ എഞ്ചിനീയറിന്റെ നോട്ടിഫിക്കേഷൻ ഇങ്ങെത്തി. ജൂലൈ 30 മുതൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് തുടങ്ങാം. ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഓഗസ്റ്റ് 29 വരെയാണ്. ഡിപ്ലോമ ബിടെക് കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് കിട്ടാവുന്ന ഏറ്റവും ബെസ്റ്റ് ഒരു അവസരം തന്നെയാണ് RRB ജൂനിയർ എഞ്ചിനീയറിന്റെ. ഒരു കേന്ദ്ര സർക്കാർ ജോലി എന്ന നിങ്ങളുടെ സ്വപ്നത്തിലേക്ക് വേഗത്തിൽ എത്തിച്ചേരാൻ സഹായിക്കുന്ന ഒരു പോസ്റ്റ് കൂടിയാണ് RRB ജൂനിയർ എഞ്ചിനീയർ. 35,000 രൂപയ്ക്ക് അധികം സാലറി എൻട്രി കേഡർ തന്നെ ലഭിക്കുന്ന ഒരു പോസ്റ്റ് കൂടിയാണ് RRB ജൂനിയർ എഞ്ചിനീയർ. മറ്റ് അലവൻസ്, അതായത് DA തന്നെ നമുക്കറിയാം, കേന്ദ്ര സർക്കാർ ജോലികളിൽ 50% DA വരുന്നത്. അപ്പോൾ 50,000 രൂപയ്ക്ക് അധികം സാലറി ലഭിക്കുന്ന ഒരു പോസ്റ്റ് തന്നെയാണ് RRB ജൂനിയർ എഞ്ചിനീയർ. അപ്പോൾ ഈ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ഒരു ഏണസ്റ്റ് അക്കാദമി ഒരു ഫ്രീ വെബിനാർ കണ്ടക്ട് ചെയ്യാണ്. ഈ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർ തീർച്ചയായും ഈ അവസരം മിസ്സാക്കരുത്. കാര്യം നിങ്ങൾക്ക് കൃത്യമായ ഒരു ഐഡിയ ഈ ഒരു വെബിനാറോടെ ഈ എക്സാമിന് വേണ്ടി എങ്ങനെ തയ്യാറെടുക്കണം, അതുപോലെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ അനലൈസ് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് CBT 1-നും CBT 2-നും തയ്യാറെടുക്കേണ്ടത്, അതുപോലെ തന്നെ പഠിക്കുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ എത്ര സമയം ഈ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യണം, അതുപോലെ കസ്റ്റമൈസ്ഡ് സ്റ്റഡി പ്ലാനിന്റെ ആവശ്യകത എന്താണ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമ്മൾ ഈ ഒരു ഫ്രീ വെബിനാറിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഈ ഫ്രീ വെബിനാർ നിങ്ങൾക്കായിട്ട് കണ്ടക്ട് ചെയ്യുന്നത് ഏണസ്റ്റ് അക്കാദമിയുടെ ചീഫ് എഡ്യൂക്കേറ്റർ ആയിട്ടുള്ള വിഷ്ണു സാറാണ്. അപ്പം ഈ വരുന്ന സാറ്റർഡേ, അതായത് 27-ാം തീയതി രാത്രി 8 മണിക്കാണ് നമ്മൾ ഈ ഒരു ഫ്രീ വെബിനാർ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഫ്രീ വെബിനാറിൽ എങ്ങനെയാണ് നിങ്ങൾ ജോയിൻ ചെയ്യേണ്ടത് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാനിവിടെ വീഡിയോയുടെ അണ്ടറിൽ കമന്റ് ബോക്സിൽ വെബിനാറിൽ ജോയിൻ ചെയ്യാനുള്ള ഗൂഗിൾ ഫോം കൊടുക്കാം. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്യാൻ മാത്രം മതിയാവും. കാര്യം ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ നിങ്ങൾ മാക്സിമം ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കണം. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കേന്ദ്ര സർക്കാർ ജോലി എന്ന നിങ്ങളുടെ ഒരു സ്വപ്നത്തിലേക്കുള്ള ദിവസങ്ങളാണ് ഇനി അങ്ങോട്ടുള്ളത്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്ത് മുന്നോട്ട് പോകണം. 7,500-ലധികം വേക്കൻസികളുമായിട്ടാണ് ഇപ്പോൾ ജൂനിയർ എഞ്ചിനീയറിന്റെ നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നത്. അപ്പോൾ ഒരു ഗൈഡൻസ് നിങ്ങൾക്ക്, നല്ലൊരു ഗൈഡൻസ് നിങ്ങൾക്ക് ഈ വെബിനാറിലൂടെ ലഭിക്കുന്നതാണ്. നമുക്കറിയാം, എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അല്ലെങ്കിൽ ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഏറ്റവും വെല്ലുവിളിയാകാൻ പോകുന്ന ഒരു സ്റ്റേജ് ആണ് CBT 1 എന്ന് പറയുന്നത്. കാര്യം എന്താണ്, അതിൽ ജനറൽ നോളജ് അല്ലെങ്കിൽ ജനറൽ അവയർനെസ് ആയിട്ടുള്ള സബ്ജക്ട്സ് വരുന്നുണ്ട്. അപ്പോൾ ആ സബ്ജക്ട്സുകൾ എങ്ങനെയാണ് പഠിക്കുന്നത്, കാര്യം നോക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ടെങ്കിലും നമ്മളൊരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ആ കാര്യങ്ങൾ എങ്ങനെ പഠിക്കണം, അപ്പോൾ അതിനെക്കുറിച്ചൊക്കെയുള്ള ഒരു കൃത്യമായ ഒരു ഐഡിയ നിങ്ങൾക്ക് ഈ ഒരു ഫ്രീ വെബിനാറിലൂടെ ലഭിക്കുന്നതാണ്. അപ്പം ഒരു തുടക്കം എന്നുള്ള രീതിയിൽ ഈ എക്സാമിന് വേണ്ടിയിട്ട് ഇതുവരെ പ്രിപ്പയർ ചെയ്യാത്തവരോ അല്ലെങ്കിൽ അത്യാവശ്യം പ്രിപ്പയർ ചെയ്ത് നിൽക്കുന്നവരോ അങ്ങനെയുള്ളവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഈ ഒരു വെബിനാറിൽ പങ്കെടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ഇതിലൂടെ ലഭിക്കുന്നതാണ്. ഏണസ്റ്റ് അക്കാദമിയിൽ RRB ജൂനിയർ എഞ്ചിനീയറിന് വേണ്ടിയിട്ടുള്ള കോഴ്സും അവൈലബിൾ ആണ്. RRB ജൂനിയർ എഞ്ചിനീയർ ഫോക്കസ് ബാച്ച് എന്നാണ് നമ്മുടെ ആ ഒരു ബാച്ചിന്റെ പേര് വരുന്നത്. അപ്പോൾ നമ്മുടെ ബാച്ചിൽ ലൈവ് ക്ലാസ്സുകളായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത്. ലൈവ് പ്ലസ് റെക്കോർഡ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അത് മാത്രമല്ല, എക്സാം വരെയും ഗൈഡൻസിനായിട്ട് പേഴ്സണൽ മെന്റർഷിപ്പ് സപ്പോർട്ടും മുൻവർഷ ചോദ്യങ്ങൾ വിശകലനം ചെയ്ത് തയ്യാറാക്കിയിട്ടുള്ള മോഡൽ ടെസ്റ്റുകളും കോഴ്സിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഈ കോഴ്സിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാനും താഴെ ഞാനൊരു ഗൂഗിൾ ഫോം കൊടുക്കാം. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്യാൻ മാത്രം മതിയാവും. അപ്പോൾ RRB ജൂനിയർ എഞ്ചിനീയറുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ വീഡിയോസ് ഇനി വരും ദിവസങ്ങളിൽ നമ്മുടെ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ക്ലാസ്സുകൾ ലഭിക്കാനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ഗുഡ് ബൈ.